ഓം ശാന്തി. നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിന് പൈസ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘടകമാണ്. ഒരു മനുഷ്യന് സുഖി എന്ന് പറയുന്നത് 4 കാര്യങ്ങളുടെ ആധാരത്തിലാണ്. തൻ, മൻ, ധൻ, ജൻ എന്ന് പറയും. ശരീരം ആരോഗ്യത്തോടുള്ളതായിരിക്കുന്ന ശരീരം ഉണ്ടാവണം. നമുക്ക് ശക്തിശാലിയായിരിക്കുന്ന മനസ്സിൻ്റെ ഉടമയായിരിക്കണം. ബന്ധുമിത്രാദികൾ, ജനം സ്നേഹത്തോടെ നമ്മളെ സ്നേഹിക്കുന്നവരായിരിക്കണം. ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ധനം ഉണ്ടായിരിക്കണം. ഈ 4 കാര്യങ്ങളും പൂർണ്ണമാവുമ്പോഴാണ് ഒരാളെ സുഖി എന്ന് നമ്മൾ പറയുന്നത്. പലപ്പോഴും ആരോഗ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം തോന്നും ആളുകൾക്ക്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുത്തും വാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ സ്നേഹമുള്ള ബന്ധുജനങ്ങളെ ഉണ്ടാക്കാനാവും. എന്നിരുന്നാലും ധനത്തിൻ്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും പലരും നിരാശരായി പോകാറുണ്ട്. ഒരുപാട് പരിശ്രമിച്ചു, എന്തൊക്കെ കഷ്ടപ്പെട്ടു, എന്തൊക്കെ ബിസിനസ്സുകൾ തുടങ്ങി, ഏതൊക്കെ വിധങ്ങളിൽ പരിശ്രമിച്ചു, എന്നിട്ടും എനിക്ക് എവിടെയും എത്താൻ പറ്റിയിട്ടില്ല എന്ന് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഇന്ന് ഒരിക്കൽ കൂടി നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന വിധി, കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ വോയിസ് കോളുകളിൽ ഞാൻ ഇത്രയൊക്കെ വട്ടം പരിശ്രമിച്ചു. 2 കപ്പ് മെത്തേഡ് 2 ആഴ്ചയായി ചെയ്യുന്നു, 3 ആഴ്ചയായി ചെയ്യുന്നു, അല്ലെങ്കിൽ 5 മെത്തേഡിൻ്റെ 5 സെറ്റ് ചെയ്തു, എന്നിട്ടും എനിക്ക് ഞാൻ വിചാരിച്ചതായിരിക്കുന്ന പൈസ വന്നില്ല, കടം വീട്ടാൻ പറ്റിയിട്ടില്ല, ബാങ്കിൽ ജപ്തി അവസ്ഥയിൽ ഇരിക്കുകയാണ് വീട്, ഇങ്ങനെ രോഗം വന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ ആരുടെയൊക്കെയോ സഹായം കൊണ്ട് ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നു, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇങ്ങനെയുള്ളതായിരിക്കുന്ന നിരവധി ചോദ്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും ഇന്ന് ഒരിക്കൽ കൂടി അതിൻ്റെ സ്റ്റെപ്പുകളെ കുറിച്ച് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതും. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് എന്ത് കാര്യമാണോ വേണ്ടത്. ഇപ്പോൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ ഷോപ്പിംഗ് മാളിൽ സാധനങ്ങൾ സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അതൊരു സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ നോക്കുകയാണ്. നിങ്ങൾ സാധനങ്ങൾ നോക്കി മാത്രം പോകുമ്പോൾ ആരും നിങ്ങളടുത്ത് വന്ന് എന്താ വേണ്ടതെന്ന് ചോദിക്കില്ല. അതേ സാധനം നമ്മൾ ഓരോ കാര്യം സെലക്ട് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിൽ ചെന്നു, അവിടെ പോയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരാൾ അസിസ്റ്റ് ചെയ്യാൻ നമ്മുടെ കൂടെ വന്നിരിക്കുന്നു, സാധനങ്ങൾ ഓരോന്നെടുത്ത് നോക്കുന്നു, നിങ്ങൾ തിരിച്ചു വെക്കുന്നു, അടുത്ത സാധനം നോക്കുന്നു, എടുത്ത് വെക്കുന്നു, ഇന്ന സാധനം എനിക്ക് വേണം എന്ന് നിങ്ങളെടുത്ത് സെലക്ട് ചെയ്യും വരെ അതിൻ്റെ വില പറയാനോ ബില്ല് ചെയ്യാനോ അതിന് വേണ്ടതായിട്ടുള്ള ഫർദർ പ്രൊസീജിയർ നടക്കാറില്ല. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമുക്ക് ഒരു ടൂൾ ഉണ്ടെങ്കിൽ മാത്രം, മുന്നൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒരു ടൂൾ ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യം നടക്കാൻ സാധിക്കുക. അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫിലെ ഡ്രീം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആദ്യം ക്ലിയർ ആയിട്ടുള്ള ഒരു ചിത്രം വേണം. പിന്നെ രണ്ടാമത്തെ കാര്യം, എപ്പോഴും നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി, ഇപ്പോൾ ഒരാളിലൂടെ 100 പേര് രക്ഷപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി എന്ത് കാര്യം ചെയ്തു കൊടുക്കാനും പൊതുവെ പബ്ലിക്കായിട്ടുള്ള ആളുകൾ തയ്യാറാവും. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അവരുണ്ടായാലേ എത്രയോ പേർക്ക് ആശ്വാസമാണ്. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു പോകും. ഈ കാര്യം നമ്മുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഡ്രീം ഉണ്ടാക്കുന്ന സമയത്ത് എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ കാര്യങ്ങൾ എല്ലാം ആവശ്യമാണ്. പക്ഷേ എൻ്റെ ലൈഫിലൂടെ ഞാൻ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യത്തിന് ഒരു ക്ലിയർ ആക്കിക്കൊണ്ടുള്ള ഒരു ഐഡിയ അത് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരിക്കണം. അപ്പോൾ എന്ത് വേണം എന്ന് നിങ്ങൾ ആദ്യം നിശ്ചയിക്കണം. ഒരു പക്ഷേ 4 or 5 കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. വീടില്ല, നല്ല ജോലിയില്ല, ബന്ധങ്ങളിലാണെങ്കിൽ പ്രശ്നങ്ങൾ, ആരോഗ്യത്തിൽ പ്രോബ്ലം, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട്, പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്ന കുറേ ആളുകളുണ്ട്. എനിക്കറിയാം. ഒരു ദിവസം 100 or 150 ആളുകൾക്ക് ഞാൻ റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പലരുടെയും സങ്കടങ്ങളിൽ സിമിലർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഈ കാര്യങ്ങളൊക്കെ, ആരോഗ്യത്തിൽ പ്രശ്നം വരുന്നു, ബന്ധുമിത്രാദികളുടെ ജനത്തിലും പ്രോബ്ലം വന്നിരിക്കുന്നു, പിന്നെ മാത്രമല്ല ധനം ഒട്ടും ഇല്ല, വീടാണെങ്കിൽ ജപ്തിക്കിരിക്കുകയാണ്, ജോലി ഉള്ളതാണെങ്കിൽ ഇന്ന പ്രയാസങ്ങളിലൂടെ പോവുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം മാത്രമല്ല ഒരുപാട് പേരുടെ ജീവിതത്തെ ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിരവധി പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഉള്ളതായിരിക്കുന്ന സൊല്യൂഷൻ തേടി ഞാൻ പോകുമ്പോൾ എല്ലാത്തിനും കൂടി ഒന്നിച്ച് എനിക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിക്കൊള്ളുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കൊരു വലിയ വീടിൻ്റെ മുകളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, അങ്ങനെ കയറിയിട്ടാണ് ഒരു 20 സ്റ്റെപ്പാണെങ്കിൽ ആ 20 സ്റ്റെപ്പും കയറി നമ്മൾ മുകളിലെത്തുന്നത്. ഒറ്റയടിക്ക് 20 സ്റ്റെപ്പും നമ്മൾ ചാടി കയറാറില്ല. അതുപോലെ തന്നെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സൊല്യൂഷൻ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ടൈപ്പ് ഓഫ് എനർജി നമ്മളുള്ളിലേക്ക് ഒഴുകി വരാൻ തുടങ്ങും. ആ ടൈപ്പ് ഓഫ് എനർജി നമ്മളുള്ളിലേക്ക് വരാൻ തുടങ്ങിയാൽ പതുക്കെ വളരെ വേഗത്തിൽ ഓരോരോ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നതായിട്ട് നമുക്ക് കാണും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിനെ ശക്തിശാലിയാക്കേണ്ടതാണ്. എല്ലാ പ്രോബ്ലംസിൻ്റെയും മെയിൻ ആയിരിക്കുന്ന റീസൺ നമ്മൾ കാണുന്നത് മനസ്സിൻ്റെ പ്രോബ്ലമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമാണ് മനുഷ്യന്മാർ തളർന്നു പോകും. സങ്കടം നിറഞ്ഞ ഒരവസ്ഥയിലൂടെ കടന്നുപോയ ശേഷം ഒരു സെക്കൻഡിൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് അടുത്ത സെക്കൻഡിൽ ഹാപ്പിയസ്റ്റ് ആവാൻ പറഞ്ഞാൽ
ഇത്തിരി റിസ്ക്കാണ്, തീർച്ചയായിട്ടും എനിക്കറിയാം. പക്ഷേ അതല്ലാതെ വേറെ പോം വഴി ഇല്ലാന്നുണ്ടെങ്കിലോ, നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും മരിച്ചു, ഇനി അവിടെ നിന്ന് കരഞ്ഞാൽ ഞാനും മരിക്കുന്നൊരവസ്ഥയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുക? അവിടെ നിന്ന് പുറത്തേക്ക് ചാടിക്കടന്ന് ഓടി പിന്നെ കരയുമായിരിക്കും അവരെ ഓർത്ത്. പക്ഷെ ആ സമയത്ത് പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി നോക്കും. അതുപോലെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. അതിന് ഏത് പോംവഴി വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കൂ. ഈശ്വരന് കത്തെഴുതിക്കോളൂ. ഒരു പ്രാവശ്യം കത്തെഴുതിയിട്ട് മനസ്സിൻ്റെ വിഷമം മാറുന്നില്ലേ? രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒരു ഡയറി ഈശ്വരന് കത്തെഴുതാൻ വേണ്ടി വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫീലിംഗ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അപ്പപ്പോൾ പോയിട്ട് നമ്മുടെ മുറിയിൽ ഡയറി എടുക്കുക, അതിലങ്ങ് എഴുതി വെച്ചേക്കുക. എൻ്റെ ഭഗവാനെ, നിങ്ങൾ നോക്കി നോക്ക്. ഈ ഒരു ടെക്നിക്ക് വളരെ സിമ്പിളാണ്. ഞാൻ പലപ്പോഴും എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ എനിക്ക് അർജൻറ്റ് വേണം തോന്നിക്കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ എൻ്റെ ഡയറി എടുത്ത് ഈശ്വരൻ്റെ പേരിൽ കത്തെഴുതാറുണ്ട്. പ്രോബ്ലം ഉണ്ടാകുമ്പോൾ മാത്രമല്ല കേട്ടോ, ഒരുപാട് സ്നേഹം ഭഗവാനോട് നിറഞ്ഞ മനസ്സ് കവിയുമ്പോൾ സ്നേഹത്തിൻ്റെ ആധിക്യത്തിൽ ചിലപ്പോൾ കരച്ചിൽ പോലും വന്നു പോകും, ആനന്ദ കണ്ണീര് വന്നു പോകും. അങ്ങനെ ഇമോഷണലി ഞാൻ ഈശ്വരനായിട്ട് ക്ലോസ് ആകുമ്പോൾ അപ്പോഴും ഞാൻ എഴുതാറുണ്ട് ഈശ്വരന് കത്ത്. എനിക്ക് ഇതിനോടുള്ള സ്നേഹം കൊണ്ട് എനിക്ക് സഹിക്കാനാവുന്നില്ല, ഇത് എന്തൊരു ഫ്ലോ ആണ്. അങ്ങനെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് എഴുതുന്ന ശീലമായി നോക്കിയാൽ നമ്മളും ഭഗവാനും തമ്മിലുള്ള ഒരു ക്ലോസസ്റ്റ് റിലേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ ക്ലോസസ്റ്റ് റിലേഷൻ നിങ്ങൾക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ആ പ്രോബ്ലത്തിന് ആ നിമിഷം കത്തെഴുതി കഴിയുന്നതോട് കൂടിയിട്ട് എല്ലാം ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞു, ഐ എം സോ ഫ്രീ എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ മനസ്സിനുള്ളിൽ വരാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ മനസ്സിനെ ആദ്യം ശക്തിപ്പെടുത്തേണ്ടത് സ്വന്തം മനസ്സിനെയാണ്. സ്വന്തം മനസ്സിനെ ശക്തിപ്പെടുത്തിയ ശേഷം എനിക്ക് എന്താണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, ഒരു 10 കാര്യങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്തെന്ന് സെലക്ട് ചെയ്യണം. ആ കാര്യത്തെ നമ്മുടെ ഈ ഷോപ്പിങ്ങിൽ എനിക്ക് വേണ്ട സാധനങ്ങളാണ് മുഴുവൻ ഇരിക്കുന്നത്. എൻ്റെ കയ്യിൽ 500 രൂപയാണെങ്കിൽ ആ 500 രൂപയ്ക്ക് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള സാധനം എന്താണെന്നുള്ളത് നമ്മൾ വാങ്ങില്ലേ? അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ലൈഫിലെ നീഡുകളുടെ ബോക്സുകൾ നിറച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ഫസ്റ്റ് പ്രയോറിറ്റിയുള്ള സാധനത്തിന് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സെലക്ഷൻ കഴിഞ്ഞു, ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്, പലപ്പോഴും ആളുകൾക്ക് അസൂയ കൊണ്ട് മാത്രമല്ല, ഞാൻ കാണാറുണ്ട്, ഇഷ്ടം പോലെ ഒരു പൈസ കൊണ്ട് സന്തോഷിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല റിലേഷൻസിനെ കാണുമ്പോൾ പലപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ നമ്മുടെ റിലേഷൻ തകർന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളുള്ളിൽ കുറേ വിള്ളലുകൾ ഉണ്ടെങ്കിൽ, വളരെ സ്നേഹമുള്ള ഒരു റിലേഷൻഷിപ്പ് കാണുമ്പോൾ അറിയാതെ നമുക്ക് സങ്കടം വന്നു പോകും. പലരുടെയും അവസ്ഥ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അവർക്ക് അങ്ങനെയായി പോയല്ലോ എന്നുള്ളതായിട്ടുള്ള ജലസി ആയിക്കൊള്ളുന്നില്ല, പക്ഷേ നമ്മൾ ആ സമയത്ത് നമുക്കുണ്ടായ മിസ്സിങ്ങിനെ ഫീൽ ചെയ്യാണ്. അപ്പോൾ ഒരു അച്ഛനും കുഞ്ഞും തമ്മിലുള്ള ഭയങ്കര സ്നേഹം കാണുമ്പോൾ കുഞ്ഞില്ലാത്തൊരു അച്ഛൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ എന്ന് വിചാരിച്ചാൽ അതും നെഗറ്റീവ് ഫീലിംഗ് ആണ്. ആ ഫീലിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തിച്ചേരുന്നതിൽ നിന്ന് നിങ്ങളെ മൈലുകളോളം പുറത്തേക്ക് തള്ളിക്കൊണ്ടുപോകും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ സ്വപ്നം, ഏതാണോ നിങ്ങളുടെ ഡ്രീം, ഏതിലേക്ക് ലക്ഷ്യത്തിലേക്കാണോ നിങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ലക്ഷ്യം ആർജിച്ച ആളുകളെ കാണൂ, അവരെക്കുറിച്ച് വായിക്കൂ, അറിയൂ, പഠിക്കൂ. അവരുടെ ഓരോരുത്തരുടെയും കൊച്ചു കൊച്ചു നേട്ടങ്ങളിൽ പോലും നിങ്ങൾ സന്തോഷിക്കൂ. അവിടെ തന്നെ താൻ ആ ഡ്രീം നമ്മുടെ ഉള്ളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇത് തന്നെയാണ്. കുറച്ച് ആളുകൾക്ക് അസൂയ കൊണ്ടും വിഷമം വരുന്നുണ്ടായിരിക്കാം. അതെന്തായാലും ഞാൻ വിചാരിക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് ഉണ്ടാവുള്ളൂ. പലർക്കും സങ്കടം വരുന്നത് മറ്റൊരാളുടെ സന്തോഷം കാണുമ്പോൾ ഞാൻ അത് ആഗ്രഹിക്കുകയും അത് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ മിസ്സിങ്ങിനെ ഓർത്തിട്ടും സങ്കടം വന്നേക്കാം. സ്വാഭാവികമായിട്ട് മനുഷ്യ മനസ്സുകളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷേ ആ അവസ്ഥ സ്വാഭാവികമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതുകൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതിന് നമ്മുടെ മനസ്സിനെ സ്വയം ഉപദേശിക്കുക. അതിനിപ്പോൾ എന്താ കുഴപ്പം? നാളെ ഞാനും ഇതുപോലൊരു കുഞ്ഞിനെ താലോലിക്കും, അല്ലെങ്കിൽ ഞാനും ഇതുപോലൊരു കാറിൽ യാത്ര ചെയ്യും, ഞാനും എൻ്റെ സ്വന്തം വീടിന് ഇനാഗ്രേഷൻ നടത്തും, ഞാനും സാമ്പത്തികമായിട്ടുള്ള ഫ്രീഡം അനുഭവിച്ചുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ളതൊക്കെ വാങ്ങിച്ച് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കും. ഇങ്ങനെ എന്ത് കാര്യമാണോ മറ്റുള്ളവരിൽ കാണുന്നത് ഞാനും അതാകും എന്ന് ആയിത്തീർന്നത് അവസ്ഥയിലൂടെ ആനന്ദിക്കൂ, സന്തോഷിക്കൂ. ആ ഊർജത്തെ നിങ്ങളുള്ളിലേക്ക് ആവാഹിക്കുക. ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് ഹെൽത്തി ആയിരിക്കും. മനസ്സ് ഹെൽത്തി ആണെങ്കിൽ അതിൻ്റെ സൈഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരം ഹെൽത്തി ആവാൻ തുടങ്ങും. മനസ്സും ശരീരവും ഹെൽത്തി ആവുമ്പോൾ സ്വാഭാവികമായിട്ട് സംബന്ധങ്ങളിലെ സംഘർഷം കുറയാൻ തുടങ്ങും. ഇതെല്ലാം നമ്മുടെ ടോട്ടൽ പോസിറ്റീവ് എനർജീനെ നന്നായിട്ട് ഹൈക്ക് ചെയ്യും. ഇവിടെയാണ് തേർഡ് ഫാക്ടർ നമ്മൾ ഫീൽ ചെയ്യേണ്ടത്, വൈബ്രേഷൻ പാർട്ട്, നമ്മുടെ ഫീലിംഗ് പാർട്ട്. എന്നിട്ട് നമ്മുടെ എന്താണോ നമ്മുടെ സ്വപ്നം അത് ഞാൻ നേടിയെടുത്ത ആനന്ദത്തിൽ ജീവിക്കാൻ തുടങ്ങും. ഈ 3 സ്റ്റെപ്പും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ, മൂന്നാമത്തെ സ്റ്റെപ്പ് ആനന്ദം കൊണ്ട് നിങ്ങൾ അത് ഫീൽ ചെയ്യുമ്പോൾ, ഞാൻ
എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിലിരിക്കുകയാണ്, ഞാൻ എൻ്റെ റൂമിലിരുന്ന് വായിക്കാൻ ഉണ്ടാക്കിയതായിട്ടുള്ള സൗകര്യത്തിലിരുന്ന് വായിക്കുകയാണ്. നിങ്ങളിരുന്ന് വായിക്കുന്ന ഒരു പക്ഷേ വാടക വീട്ടിൽ നിങ്ങളുടെ കട്ടിലിൻ്റെ മിതമായ സൗകര്യത്തിൽ ഒതുങ്ങിയിരുന്നിട്ടായിരിക്കാം വായിക്കുന്നുണ്ടാവുക. പക്ഷെ അത് ഫീൽ ചെയ്യരുത്. എങ്ങനെ ഫീൽ ചെയ്യണം? ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഇഷ്ടപ്പെട്ട ഫെസിലിറ്റിയുടെ ഉള്ളിൽ ഞാൻ എൻജോയ് ചെയ്ത് വായിക്കുകയാണ് എന്നുള്ള സന്തോഷത്തോടു കൂടെ വായിക്കൂ. അതുപോലെ ഇരുന്നിട്ട് സംസാരിക്കൂ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ ബെഡ്റൂമിൽ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയാണ്, അവിടെ ഇരുന്ന് സംസാരിക്കുകയെന്ന് ഫീൽ ചെയ്യേ. നമ്മുടെ ഡൈനിങ് ഹാള്, അവിടെ ഇരുന്ന് ആഹാരം കഴിക്കാമെന്ന് ഫീൽ ചെയ്യേ. ഇങ്ങനെ നമ്മുടെ ഫീലിംഗ് പാർട്ട് ക്രിയേറ്റ് ചെയ്യൂ. ഈ 3 കാര്യത്തിൽ നിങ്ങൾ നിരന്തരം ശ്രദ്ധിക്കണം. ഒരു ദിവസം ഞാൻ നല്ല മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്തു, രണ്ടാമത്തെ ദിവസം വന്നപ്പോൾ ഒരാൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ആ സന്ദർഭം കൊണ്ട് ഞാൻ ഇങ്ങനെ വീണ്ടും വേദനിച്ചു പോയി. പിന്നത്തെ ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ ശരിയാക്കി, പക്ഷെ വേദനിച്ചു പോയി. യെസ്, 2 സ്റ്റെപ്പ് കയറി 1 സ്റ്റെപ്പ് ഇറങ്ങി. അങ്ങനെ 2 സ്റ്റെപ്പ് കയറി 1 സ്റ്റെപ്പ് ഇറങ്ങി, 2 സ്റ്റെപ്പ് കയറി 1 സ്റ്റെപ്പ് ഇറങ്ങി കയറി എത്തുമ്പോഴത്തേക്കും നിങ്ങൾ 1 പ്രാവശ്യം സ്റ്റെപ്പ് കയറി എത്തേണ്ടതല്ല, 2 പ്രാവശ്യം സ്റ്റെപ്പ് കയറി എത്തേണ്ട സമയം കൊണ്ടേ 1 പ്രാവശ്യം എത്തൂ. അതിൽ യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം, നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബേസ്. എന്ത് നിങ്ങൾക്ക് ആകർഷിക്കണമെങ്കിലും നിങ്ങൾ എന്താണോ അതാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ 3 ബേസിക് ആയിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ വികസിപ്പിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചം, ഈശ്വരൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.